ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ CCTV ക്യാമറ നമ്മൾ പല സ്ഥലങ്ങളിലും വെക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ അയൽക്കാരൊക്കെ തമ്മിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ പറമ്പോ നമ്മുടെ വഴിയോ കാണുന്ന രീതി നമ്മൾ ക്യാമറ വെച്ചാൽ പോലും ചിലപ്പോൾ ചില സാഹചര്യത്തിലെങ്കിലും അയൽക്കാരുടെ വീട്ടിലേക്ക് കുറച്ച് ഭാഗം കാണുന്ന രീതിയിലൊക്കെ ക്യാമറ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ അയൽക്കാർ തമ്മിൽ നല്ലൊരു സ്വരച്ചേർച്ചയിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ആൾക്കാർ പരാതി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ക്യാമറ വെക്കുമ്പോൾ അത് അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് റെമഡി, എന്ത് സൊല്യൂഷനാണ് നമുക്കുള്ളത്? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ CCTV എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് CCTV. അപ്പൊ നമ്മളൊരു ക്യാമറ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് തിരിച്ചു വെക്കുന്ന സമയത്ത് ഇപ്പൊ അയൽക്കാരൻ ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുള്ള പ്രൈവസി പോലെ തന്നെ അവർക്കും അവിടെ പ്രൈവസി ഉണ്ട്. ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ അങ്ങനെ ക്യാമറ മറ്റൊരാളുടെ വീട്ടിലേക്ക് തിരിച്ചു വെക്കുന്നത് ഒരിക്കലും അലൗഡ് അല്ല. അപ്പൊ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ലംഘനമായിട്ടാണ് അത് കാണുന്നത്. അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഞങ്ങളെപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഈ ക്യാമറ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഈ അയൽക്കാരനെ കൊണ്ടുവന്നിട്ട് ഈ ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കും, അതിന്റെ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും. അതായത് അവരുടെ വീട് പരിസരങ്ങളൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കും. അത് മാക്സിമം നമ്മൾ മറ്റുള്ളവരുടെ വീടും പരിസരവും കവർ ചെയ്യാത്ത രീതിയിൽ ചെയ്യും. പക്ഷെ ചില സാഹചര്യങ്ങളിലെങ്കിലും ഇവരുടെ വീടും പരിസരമൊക്കെ ചിലപ്പോൾ കവർ ചെയ്തെന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് CCTVയിൽ നമ്മുടെ ഹിക്വിഷൻ്റെ ആണെങ്കിലും CP+, ദഹോ പോലുള്ള ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിലും അവരുടെ ക്യാമറയിൽ ഒരു പ്രൈവസി മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രൈവസി മാസ്കിംഗ് സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ക്രീനിങ്, പ്രൈവസി സ്ക്രീനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ക്യാമറ ആ ഒരു ഭാഗം നമ്മളിപ്പോൾ ഒരു ക്യാമറ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ അവരുടെ വീടോ ജനലോ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിന്റെ സ്ഥലങ്ങളോ അങ്ങനെയുള്ള വാതിലുകളെ കവർ ചെയ്യുന്ന രീതിയിൽ അവരുടെ പ്രൈവറ്റ് ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തൊക്കെ നമുക്കൊരു ബ്ലാക്ക് സ്ക്രീനിങ് കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ആ ക്യാമറ ആ ഒരു ഏരിയയിലുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ പ്രൈവസി മാസ്കിങ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊരു ക്യാമറ ഞാനിവിടെ കണക്ട് ചെയ്ത് ഒരു DVR വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിപ്പോൾ രാത്രിയാണ്, അതുകൊണ്ട് ഈ ക്യാമറയുടെ നൈറ്റ് വിഷനാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2-3 ജനലുകൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ജനലിനെ എങ്ങനെയാണ് പ്രൈവസി മാസ്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സെറ്റിങ്സിലേക്ക് വരിക. അതായത് കോൺഫിഗറേഷൻ, DVRൻ്റെ കോൺഫിഗറേഷൻ ടാബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇതുണ്ടോ, ഈ ക്യാമറയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൈവസി മാസ്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ പ്രൈവസി മാസ്ക് എല്ലാ സമയത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ താഴെയായിട്ട് ഒരു ഈസി മോഡും എക്സ്പേർട്ട് മോഡും കിടപ്പുണ്ട്. അപ്പോൾ ഈസി മോഡ് എന്നുള്ള ഓപ്ഷനാണ് കിടക്കണമെങ്കിൽ നമ്മൾ ക്യാമറ എടുത്താലും ഇവിടെ പ്രൈവസി മാസ്കിങ് കാണിക്കില്ല. അപ്പോൾ നമ്മളത് എക്സ്പേർട്ട് മോഡ് എന്നുള്ള ഓപ്ഷനിൽ ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്പേർട്ട് മോഡിലേക്ക് ഇട്ടിട്ട് ക്യാമറയിൽ നിന്ന് പ്രൈവസി മാസ്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്യാമറയാണ് ഞാൻ കുത്തി വെച്ചിരിക്കുന്നത്. DVRുമായിട്ട് കണക്ട് ചെയ്തേക്കണം. മൂന്നാമത്തെ ക്യാമറ ആയതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ക്യാമറ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. നമുക്ക് ഏത് ക്യാമറയ്ക്കാണോ മാസ്കിങ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മൂന്നാമത്തെ ക്യാമറയുടെ ഒരു പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ആ ജനൽ. അപ്പം ഞാനിവിടെ വെറുതെ നമ്മുടെ മൗസ് കൊണ്ട് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. കണ്ടോ, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാസ്കിങ് കൊടുക്കാം. അത് എത്ര വലിപ്പം വേണമെങ്കിലും നമുക്കിങ്ങനെ ആക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവരുടെ ഈ ഒരു ജനൽ മാത്രം എനിക്ക് കവർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാസ്കിങ് ഞാനിവിടെ താഴെ അപ്ലൈ അടിക്കുകയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ പ്രൈവസി മാസ്കിംഗ് എന്ന് പറഞ്ഞ സെറ്റപ്പ് നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ അത് ടിക്ക് ഇട്ട ശേഷം അപ്ലൈ അടിക്കുക. ഇനി നമ്മൾ ലൈവ് വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു കറുപ്പ് കളർ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഈ ഒരു ഏരിയ മാസ്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഏരിയയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും റെക്കോർഡ് ആകുന്നില്ല. അപ്പോൾ ഇതായിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു ആളുടെ വീട്ടിലേക്ക് നമ്മൾ ക്യാമറ തിരിച്ചു വെക്കുമ്പോഴത്തേക്കും അവരുടെ വീടും പരിസരമൊക്കെ ഇങ്ങനെ വ്യൂവിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ടാവണം. ഇത് നിയമമാണ്.
നമ്മളെല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതേപോലെ നമുക്ക് എത്ര മാസ്കിങ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാക്സിമം 4ആണ്. ഇവിടെ കണ്ടോ, ക്ലിയർ 1 ക്ലിയർ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് 4 വരെ, അതായത് നമുക്ക് 4 മാസ്കിങ് വരെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ. കണ്ടോ, മാക്സിമം 4 പറ്റുള്ളൂ. 5ാമത്തെ വരയ്ക്കാൻ പോയി കഴിഞ്ഞ് ഇങ്ങനെ വരും, പക്ഷേ സെലക്ട് ആവുക മാത്രമേ ഉള്ളത്, വരില്ല കേട്ടോ. അത് മാക്സിമം നമുക്ക് 4 മാസ്കിങ് വരെ കൊടുക്കാം. ഒന്നിൻ്റെ അടുത്തേക്ക് മറ്റൊന്നും നമുക്ക് ചേർത്തൊക്കെ ഇടുകയോ അല്ലെങ്കിൽ ഓരോന്നിൻ്റെ വലിപ്പങ്ങൾ അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൈവസി മാസ്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ക്ലിയർ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനേബിൾ എന്ന ഓപ്ഷൻ ടിക്ക് എടുത്ത് കളയുക. അതിനുശേഷം ക്ലിയർ ഓൾ എന്ന് അടിക്കുക, അപ്ലൈ അടിക്കുക. ഓക്കെ, ഇപ്പോൾ ലൈവ് വ്യൂവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രൈവസി മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ക്യാമറ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും നമ്മൾ ക്യാമറയൊക്കെ തിരിച്ചു വെക്കേണ്ടി വന്നാൽ, മിക്കവാറുമൊക്കെ നമ്മൾ വീട്ടിൽ ക്യാമറ വയ്ക്കുമ്പോഴത്തേക്കും അയൽവക്കത്തെ വീട്ടുകാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അയൽവക്കത്തെ വീട് ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള ഒരു നഗരത്തിലേക്കാണ് നമ്മൾ ക്യാമറ വയ്ക്കാൻ പോകുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള വീട് എന്താണെങ്കിലും നമ്മുടെ ക്യാമറയിൽ കവർ ചെയ്ത് വരും. അപ്പോൾ അവർ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് എനേബിൾ ചെയ്തിട്ട് ആ മൊബൈൽ വ്യൂ അവരെ കൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ വീട്ടിലെ ആളെ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ ടി-വിയിലോ മോണിറ്ററിലോ ഉള്ള വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കാതെ ഞങ്ങളിങ്ങനെ പ്രൈവസി മാസ്കിങ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസ് ഒന്നും റെക്കോർഡ് ആവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് റെക്കോർഡാക്കി കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ക്യാമറയുടെ പൊസിഷൻ മാറ്റാൻ ബാധ്യസ്ഥരാകും. പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മൾ ആ പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ക്യാമറകൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ വെക്കുന്ന ക്യാമറകൾ റോഡിലേക്ക് വെക്കുന്നതിന് ഇതുവരെ നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല. അപ്പോൾ നിങ്ങൾ പബ്ലിക് പ്ലേസിലേക്ക് ക്യാമറ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു ബോർഡ്, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് തീർച്ചയായിട്ടും നമ്മളൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പബ്ലിക് പ്ലേസിൽ അങ്ങനെ ക്യാമറ വയ്ക്കുന്ന സമയത്ത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകളുടെ നമ്പറും കൂടെ അവർ പ്രദർശിപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ എൻ്റെ വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കറിയണം അത് എവിടെ പോയാലാണ് ആ വീഡിയോ കിട്ടുക എന്ന്. അപ്പോൾ ആ വീഡിയോ എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് റെക്കോർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിലും ആ വീഡിയോ എവിടെയാണ് റെക്കോർഡ് ആവുമെന്നുള്ള കാര്യം കൂടി എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് അവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പബ്ലിക് പ്ലേസിലേക്ക് വയ്ക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.